നമ്മൾ തോറ്റതുകൊണ്ട് തോൽവി എന്തുകൊണ്ടുണ്ടായി എന്ന വിഷയം പഠിക്കേണ്ടതായിട്ട് വന്നു, ചിന്തിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ ബലിയാടാക്കണമല്ലോ. ഇതാ കിടക്കും. ആരാണ്? പത്മകുമാർ തന്നിഷ്ടപ്രകാരം അല്ലെങ്കിൽ ആത്മപ്രചോദിതനായിട്ട് സ്വർണ്ണക്കൊള്ള നടത്തി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ, ഒരു പത്മകുമാർ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു വാസു വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു മുരാരി ബാബു വിചാരിച്ചാൽ, ഇവരെല്ലാവരും കൂടി വിചാരിച്ചാൽ ഈ കൊള്ള നടത്താൻ പറ്റുകയില്ല. ഒരു ശങ്കരദാസ് വിചാരിച്ചാലോ, അല്ലെങ്കിൽ അവിടുത്തെ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ പറ്റുകയില്ല. അതിന് കൃത്യമായ ആസൂത്രണമുണ്ട്, ഗൂഢാലോചനയുണ്ട്, പദ്ധതിയുണ്ട്, കൃത്യമായ നടപ്പാക്കലുണ്ട്. ഇതിൽ മിനിറ്റ്സ് ബുക്കിൽ ഒരാളുടെ പേരുണ്ടാവും, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അടിയിൽ ഒപ്പിട്ട് കൊടുത്ത ആളുകൾ വേറെ പലരും ഉണ്ടാവും. ഉത്തരവാദിത്തം അവരുടെ നെഞ്ചത്ത് ചാർത്താൻ സാധിക്കും. പക്ഷേ ഒരു കാരണവശാലും ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറോ അല്ലെങ്കിൽ ദേവസ്വം കമ്മീഷണർ വാസുവോ അതും അല്ലെങ്കിൽ ഒരു ശങ്കരദാസോ മാത്രം വിചാരിച്ചാൽ ഇതുപോലെ ഒരു കൊള്ള നടത്താൻ പറ്റുകയില്ല. അവിടുന്ന് സ്വർണ്ണാഭരണം മോഷ്ടിച്ചുകൊണ്ടുമല്ല ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി ഇളക്കിപ്പറിച്ചുകൊണ്ടുമല്ല ചെയ്തിട്ടുള്ളത്. സ്വർണ്ണപ്പാളിയെ രേഖയിൽ ചെമ്പ് പാളിയാക്കി, എന്നിട്ട് ചെമ്പ് പാളി സ്വർണ്ണം പൂശാൻ കൊടുത്തു, സ്വർണ്ണപ്പാളി അഴിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ഇതാണ് ചെയ്തിട്ടുള്ളത്. ഇത് ചെറിയ കാര്യമല്ല. ഇത് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വലിയ ആസൂത്രണം ഉണ്ടാവണം, ഗൂഢാലോചന ഉണ്ടാകണം, ഉയർന്ന തലത്തിലുള്ള പങ്കാളിത്തം ഉണ്ടാകണം. സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ വിചാരിക്കാതെ ഇങ്ങനെ ഒരു സംഭവം നടക്കുകയില്ല. കടകംപള്ളിക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റുമോ? അതും പറ്റുകയില്ല. അപ്പോൾ പിന്നെ ആരായിരിക്കും തീരുമാനമെടുത്തത്?